ഹായ് ഓൾ, നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നവരാണല്ലോ. ഇന്നത്തെ വീഡിയോയിലുള്ളത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് കുറച്ചധികം ടിപ്സുകളാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ റബ്ബർ ബാൻഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും വീഡിയോ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ടിപ്സ് കാണാം. റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ്, മിക്സിയുടെ ജാറിൻ്റെ ഈ ഒരു ലിഡിൻ്റെ വാസർ ലൂസായിട്ടുണ്ടെങ്കിൽ അരക്കുന്ന സമയത്ത് മൊത്തം പുറത്തേക്ക് പോകും. നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ വാസർ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വാസറിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്താൽ മതി. വാസർ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. അടുത്തത്, റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ കൂട്ടിയിട്ടാൽ കുറേ നാൾ കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിച്ച് കേടാവും. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് റബ്ബർ ബാൻഡ് കുറേ കാലത്തേക്ക് ഒന്നും ആവാതെ ഇരുന്നോളും. നെക്സ്റ്റ്, ഇതുപോലത്തെ ചെറിയ ചാവികൾക്കൊക്കെ നമ്മുടെ കയ്യിൽ കീ ചെയിൻ ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ടൊരു സൂത്രമുണ്ട്. കാണാൻ ഭംഗിയുള്ള കമ്മലിൻ്റെ ഒക്കെ റിങ് നോക്കി എടുത്തിട്ട് ഇതും കീയും തമ്മിലൊന്ന് കണക്റ്റ് ആക്കാൻ അതിന് വേണ്ടി ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതുപോലെ ഒന്ന് കോർത്തെടുത്ത് അറ്റാച്ച് ചെയ്യണം. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അടുത്തത്, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഓയിലോ എയർ ഓയിലോ പുറം ഭാഗത്ത് നല്ല എണ്ണമയമായിരിക്കും. കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ സ്ലിപ്പായിട്ട് പോകും. ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്ത് ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് 2 റബ്ബർ ബാൻഡ് എടുത്ത് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ എണ്ണമയം ടിഷ്യൂ വലിച്ചെടുക്കും. റബ്ബർ ബാൻഡ് ഉള്ളത് കൊണ്ട് പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പും കിട്ടും. അടുത്തത്, ചെറിയ കുട്ടികളുള്ളവർക്കാണ് കൂടുതൽ ഉപകാരം. ഈ ഡ്രസ്സ് ഒന്ന് എടുത്താൽ മൊത്തം കുത്തി മറിയുന്ന അവസ്ഥയാണ്. ഈ ഒരു ചെറിയ ബാസ്ക്കറ്റിൽ തന്നെ ഒതുക്കി വെക്കുന്നത് നോക്കാം. കുട്ടികളുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇതുപോലെ ചെയ്താൽ അവർ വാരി വലിച്ചിടാതെ അവർക്ക് ആവശ്യമുള്ളത് എടുക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് മാറ്റി കൊടുക്കണം. റബ്ബർ ബാൻഡ് മാത്രം മതി അലമാരയിലുള്ള കുന്നോളം തുണി നമുക്ക് ഒതുക്കി പൊറുക്കി വെക്കാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. അടുത്തത്, ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അവർ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാൻഡ് വാഷ് തീർന്നു പോവാറുണ്ട്. അത് ഒഴിവാക്കാൻ നമുക്ക് റബ്ബർ ബാൻഡ് മതി. ഇതിൻ്റെ നെക്ക് പോർഷനിൽ 1-2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. എത്ര ലിക്വിഡ് വരണോ അതിനനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ളായിട്ട് പ്രസ് ആവില്ല, കുറച്ച് മാത്രം താഴോട്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിക്വിഡ് വരുന്ന അളവും കുറവായിരിക്കും. അടുത്തത്, ഇതുപോലെ ലീക്കുള്ള ബോട്ടിലിൽ ലീക്ക് മാറ്റാനും റബ്ബർ ബാൻഡ് വെച്ച് പറ്റും. കുഞ്ഞുങ്ങളുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ചെറുതായി വെള്ളം ലീക്കായി ബാഗിലുള്ള ബുക്ക് നനയും. ഇതുപോലെ റബ്ബർ ബാൻഡ് വാസർ പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ലീക്ക് മാറും. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ടൈറ്റായിട്ട് ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സുകൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.